സാഹസിക സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒട്ടനവധി ഇടങ്ങളുണ്ട് വയനാട്ടിൽ. അത്തരത്തിലൊന്നാണ് അമ്പലവയലിലെ ചീങ്ങേരി ഹിൽസ്. ജില്ലയിൽ 365 ദിവസവും ട്രക്കിംഗ് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരി മല. 3460 അടി ഉയരത്തിൽ 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രക്കിങ്ങിൽ ചെങ്കുത്തായ കൂറ്റൻ പാറകൾ പിന്നിട്ട് വേണം മുകളിലെത്താൻ. പിന്നെ കാണുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന നിറക്കാഴ്ചകളാണ്. രാത്രികാലങ്ങൾ സുരക്ഷിത വിനോദസഞ്ചാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DTPC നൈറ്റ് ട്രക്കിംഗ് സംഘടിപ്പിച്ചത്. മൂൺ ട്രക്കിംഗ് എന്ന പേരിൽ ചീങ്ങേരി മലയിൽ സംഘടിപ്പിച്ച നൈറ്റ് ട്രക്കിംഗ് ട്രയലിൽ 40 പേരടങ്ങുന്ന സംഘത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും പങ്കാളിയായി. പകൽ സമയത്തുള്ള ട്രക്കാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. രാത്രി സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ചെയ്യുന്നത്. അത് വയനാട്ടിൽ തന്നെ DTPCയുടെ നേതൃത്വത്തിലുള്ള ചീങ്ങേരി ഹിൽസിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായി നൈറ്റ് ട്രക്കിംഗ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതോടൊപ്പം എന്നോടൊപ്പം ഇന്ന് ട്രക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ എസ്പെഷ്യലി ട്രക്കേഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ ചീങ്ങേരി മലയിൽ സഞ്ചാരികൾക്ക് ട്രക്കിംഗ് നടത്താം. ജില്ലയിൽ 365 ദിവസവും ട്രക്കിംഗ് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരി മല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചീങ്ങേരി. അതുപോലെ ഏറ്റവും വൈകി അടയ്ക്കുന്നതും. കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺറൈസ് ട്രക്കിംഗ് അതുപോലെ സൺസെറ്റ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ചീങ്ങേരി. അപ്പോൾ അതിലൊരു ഡേ ടൈം കുറച്ച് ചൂടാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു നൈറ്റ് ട്രക്കിങ്ങിന് സേഫായിട്ട് നമുക്കൊരു നൈറ്റ് ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചീങ്ങേരി മലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു കാലത്തിലേക്കാണ് വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഹോളിഡേയ്സും വീക്കെൻഡ്സും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ആളുകൾ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുകയും അവിടുത്തെ ക്യാരിങ് കപ്പാസിറ്റിക്ക് വരെ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളെ പരമാവധി ഡൈവേർട്ട് ചെയ്തിട്ട് വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ഒരു ക്യാരിങ് കപ്പാസിറ്റി കൂട്ടുകയും ആളുകൾക്ക് കൂടുതൽ വ്യത്യസ്തമായ അനുഭവം നൽകാനും കൂടിയായിട്ടാണ് നമ്മൾ ഈ നൈറ്റ് ട്രക്കിംഗ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഈ നൈറ്റ് ട്രക്കിംഗ് നമ്മളൊരു മാസ് ട്രക്കിംഗ് ഒരിക്കലും ഉദ്ദേശിക്കുന്ന ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സൺ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ടൂറിസം പ്ലാനുകളുടെ ഭാഗമാക്കാനാണ് DTPCയുടെ പുതിയ പരീക്ഷണം.